ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിന് മുമ്പായിട്ടായിരുന്നു നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടി തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബബിതയും നമ്മുടെ വൈജയും കൂടെ സംസാരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ ബബിതയോട് വൈജ പറയുകയാണ്, നോക്കിക്കോ, അവൾ ആ വീട്ടിൽ കിടക്കുന്ന കാലം അത്രയും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി മനസ്സിലായി. അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അവള് ഗുണം പിടിക്കാൻ പോകുന്നില്ല, അവള് ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെയല്ലേ അമ്മ പ്രാകുന്നത്. പിന്നെ മുടിഞ്ഞു പോണേന്നല്ലേ, ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളത് അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, ഇത് നീ കുറെ കേൾക്കും, ദേ ഇത് നീ കണ്ടോ, തുറന്നു നോക്ക് എന്ന് പറഞ്ഞൊരു ഫയൽ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത ആ ഫയൽ എടുക്കുന്നു. ആ ഫയൽ എടുത്ത് ഇങ്ങനെ വായിച്ചൊക്കെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കുക, ആ ഫയല് ഫുള്ളെ ഒന്ന് വായിച്ചു നോക്കി, തിരിച്ചും മറിച്ചും ഒക്കെ. എന്നിട്ട് പറഞ്ഞു, ഇത് എഗ്രിമെന്റ് അല്ലേ? ഇതെന്താ? ഇതേ എഗ്രിമെന്റാ. ഇത് ഞാൻ എടുത്ത പുതിയ വാടക വീടിന്റെ ഒട്ടമ്പടിയാ. ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ടേക്കാ. വൈജയന്തി ഒന്ന് തീരുമാനിച്ചത് തന്നെയാ. അല്ല, അമ്മ വീട് കണ്ടോ? വീട് കണ്ടില്ല നേരിട്ട്, ഫോണില് വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിച്ചായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ബബിതയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. ബബിത പറഞ്ഞു, അടിപൊളിയാണല്ലോ, കൊള്ളാലോ, സൂപ്പർ വീടാണല്ലോ അമ്മേ. ഏതായാലും നമ്മുടെ ബബിതയ്ക്കും അതിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ട്, വീടൊക്കെ മാറുന്നതിനോട്. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിത നേരെ വീട്ടിൽ ചെന്ന് ഇറങ്ങാണ്. അപ്പൊ ഒരു ഓട്ടോയിലാണ് വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും വീട്ടിൽ ഒരു ഓട്ടോയിൽ ചെന്ന് ഇറങ്ങി ഉടനെ തന്നെ ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഓട്ടോ കൂലി എത്രയാണെന്ന്. അപ്പോഴത്തേക്കും ആ ഓട്ടോക്കാരൻ പറയാണ്, അത് 100 രൂപ. 100 രൂപയോ? അതെങ്ങനെ 100 രൂപ? അവിടെ നിന്ന് ഇവിടെ വരെ 100 രൂപ? അതേ കൊച്ചായി, 100 രൂപയാന്നേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബബിത 100 രൂപ എടുത്ത് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ബബിത കോളിംഗ് ബെല്ല് അടിക്കുന്നു. കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോള് വന്ന് പതുക്കെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ജനലിൽ കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ജനലിൽ കൂടെ നോക്കിയിട്ടാണ് വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്നപ്പോഴത്തേക്കും നമ്മുടെ ബബിത ചോദിച്ചു, അല്ല നീ ഇതുവരെ യൂണിഫോം മാറിയില്ലേ? അത് പിന്നെ എനിക്ക് സ്കൂളിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴ. ഇവിടെ പെയ്ത് ചേച്ചി. അല്ല, നീ വല്ലതും കഴിച്ചോ? ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല. ബബിതേച്ചിയും കൂടെ വരട്ടെ എന്നാ ഞാൻ വിചാരിച്ചത്. അതിന് ഇവിടെ വല്ലതും ഉണ്ടോ കഴിക്കാനായിട്ട്? അലീന ചേച്ചിക്ക് ചോറും കറിയൊക്കെ വെച്ചിട്ടല്ലേ പോയത്. ഓ, അത് വലിയ കാര്യമൊന്നുമല്ല, അവളുടെ ജോലിയല്ലേ, അതൊക്കെ ചെയ്യണം. ചെയ്തില്ലെങ്കിലേ വിവരം അറിയും, വിവരം. ആ, അത് ശരിയാ, ചെയ്തില്ലെങ്കിൽ ബബിതേച്ചിയുടെ വയറ് വിവരം അറിയും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് പോയിട്ടോ. ബബിതയും ഒന്നും മിണ്ടാൻ നിന്നില്ല. മിണ്ടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ബബിതയ്ക്ക്. ഇത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണമോള് അവിടെ ബാഗിലൊക്കെ ഇരിക്കുന്ന ഒരു ലഞ്ച് ബോക്സോ ടിഫിൻ ബോക്സോ ഇതെല്ലാം എടുത്ത് തുറന്ന് പുറത്ത് വെച്ചിട്ട്, ദേ എനിക്ക് കഴിക്കാൻ ഇത് മതി എന്ന് പറയുമ്പോൾ ബബിത കൈ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കും, ദേ എനിക്ക് ആദ്യം ചോറ് വിളമ്പിത്താ. പിന്നെ തമ്പുരാട്ടിയുടെ കൈ എവിടെ പോയി? 2 കൈ ഉണ്ടല്ലോ അവിടെ, ഒരുപാട് നെകളിക്കരുതേന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോളുടെ ടിഫിൻ ബോക്സ് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതേ ഞാൻ കുറെ നാളായി പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട്, ഇതേ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നാണമില്ലേ നിനക്ക് ഈ ഒരു ചോറൊക്കെ തട്ടിപ്പറിച്ച് തിന്നാനായിട്ട്? ചേച്ചി മാറിക്കേ, ഇതേ കൈയും മേലും അനങ്ങി ഒന്നും ചെയ്യല്ലേ കള്ളി. അതെ, എന്റെ കൂടപ്പിറപ്പിന്റെ ചോറല്ലേ? അതെ, എനിക്ക് കുഴപ്പമില്ല, ഞാന് അത് മുഴുവൻ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, കോന്ത്രം പല്ലി, പൊടി, വൃത്തി കണ്ടോളെ, നിനക്ക് മടിയായിട്ടല്ലേടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ എനിക്ക് മടിയായിട്ടാ, ഞാൻ ഇത് കഴിച്ചോളാം എന്ന് പറഞ്ഞോളൂ ആ ടിഫിൻ ബോക്സിൽ എടുത്ത് കഴിക്കാൻ തുടങ്ങി. കൃഷ്ണമോള് പാവം എന്ത് ചെയ്തു, തന്നെ ചോറ് വിളമ്പി കഴിക്കാനായിട്ട് അടുക്കളയിലേക്കും പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത ചോദിക്കുകയാണ്, അല്ല നീ അമ്മയുടെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതല്ലേ. ഞാൻ എന്ത് ചോദിക്കാനാ, ഇന്നലെയും ഞാൻ വിളിച്ചതാ, ഒരു വിശേഷവും ഇല്ല അമ്മയ്ക്ക്. അത് പിന്നെ ഞാൻ ചെന്നപ്പം അമ്മ എന്നോട് കുറെ തട്ടിക്കേടി കൃഷ്ണേ, അച്ഛനും അലീനയും കൂടെ എറണാകുളത്ത് പോയില്ലേ, ആ വിവരം ഫോൺ ചെയ്ത് പറയാത്തതിന്. അതിനിപ്പോ എന്തിനാ അമ്മ തട്ടിക്കേറുന്നത്? ഓ, നിനക്കെന്നെ അറിയത്തില്ലേ, നിന്നെയും കുറെ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഓർമ്മത്തിന് അമ്മയോട് സ്നേഹമില്ല അത്രേ. അമ്മ എങ്ങനെ അറിഞ്ഞു അവർ രണ്ടുപേരും കൂടെ എറണാകുളത്ത് പോയ വിവരം? അത് പിന്നെ കമലയാന്റി ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു അത്രേ. അത് പിന്നെ കമലയാന്റി എങ്ങനെ അറിഞ്ഞു? കമലയാന്റി എങ്ങനെ അറിഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. അതെ, അമ്മ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കൃഷ്ണമോളെ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ താമസിക്കാനുള്ള വീട് സെറ്റായെന്ന്. ഏ ശരിക്കും? സത്യമാണോ? അമ്മയുടെ ഫോണിലെ ആ വീടിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പം അതൊക്കെ ചേച്ചി കണ്ടോ? ഞാൻ കണ്ടെന്നേ. പിന്നെ എഗ്രിമെന്റിന്റെ ഫോട്ടോ കോപ്പിയും കാണിച്ചു. അതോടുകൂടി എനിക്ക് മനസ്സിലായി, അമ്മ രണ്ടിലൊന്ന് കൽപ്പിച്ച് തന്നെയാ നിൽക്കുന്നത്. ഇനി അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. അപ്പം അമ്മ ഇനി ഇങ്ങോട്ടേക്ക് വരില്ലേ ബബിതേച്ചി, ഉറപ്പാണോ? ഇല്ല, അലീന ഈ വീട്ടിലുള്ളിടത്തോളം കാലം ആ ഗേറ്റിന് ഇപ്പുറത്ത് കാല് കുത്തില്ല എന്ന് ശപഥം ചെയ്തിരിക്കും അമ്മ. അമ്മയുടെ ശപഥം നിനക്കറിയാലോ.
ഉം അപ്പം ഈ കുടുംബം സ്പ്ലിറ്റ് ആകാൻ പോവാണല്ലേ? ആ, ഉറപ്പിച്ചു അത് തന്നെ നടക്കും കൃഷ്ണമോളെ. അല്ല ചേച്ചി, ചേച്ചിക്ക് അതെന്താ വലിയ സന്തോഷമുള്ളത് പോലെ തോന്നുന്നത്? ഞാനേ അമ്മയുടെ കൂടെ പോകും. അത് ഞാൻ പണ്ടേ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യ. എനിക്ക് എന്റെ അമ്മയുടെ കൂടെ പോണം. ഉം അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ നമ്മള് ഒരുമിച്ച് നിന്നാലല്ലേ അമ്മ ചെയ്ത് തെറ്റാണ് നമുക്ക് തോന്നത്തുള്ളൂ. ഒന്നിച്ച് നിക്കണം. അത് അമ്മയുടെ കൂടെ, അത് അച്ഛന്റെ കൂടെ അല്ല. ആ, നീയും കൂടെ വരണം. അപ്പൊ നമുക്ക് ഒന്നിച്ച് നിൽക്കാലോ. അമ്മയുടെ കൂടെ ഒന്നിച്ച് നിന്നാൽ അച്ഛൻ ചെയ്ത തെറ്റാന്ന് അച്ഛനും തോന്നത്തില്ലേ? പിന്നെ രോഹിയേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ രോഹിയേട്ടനും വന്നോളും. അച്ഛൻ അന്നേരം മനസ്സിലാവും തെറ്റ് ആരുടെ ഭാഗത്താണെന്ന്. അത് മനസ്സിലാക്കി കൊടുക്കണ്ടേ അച്ഛന്? അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഉം കഷ്ടമുണ്ട് ബബിതേച്ചി, കഷ്ടം. ഇനി എങ്ങനെയാവോ എന്തോ. എനിക്കിപ്പം ഈ ഒരു വാക്കല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, എനിക്ക് ഒന്നും പറയാനില്ല. നടക്കുന്നത് പോലെ നടക്കട്ടെ, സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ. ഞാൻ ഏതായാലും അമ്മയുടെ കൂടെ പോകും. അത് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈഎസ്പിനെയാണ് കേട്ടോ. ഡിവൈഎസ്പിയുടെ മുമ്പില് ബാലചന്ദ്രനും അലീനയും കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പരാതിയൊക്കെ എഴുതി ഇങ്ങനെ കൊടുത്തേക്കാണ്. ആ പരാതി വായിക്കുകയാണ്. നമ്മുടെ ബാലചന്ദ്രനും അലീനയും മാത്രമല്ല, കുര്യച്ചനും കുര്യച്ചന്റെ മോനും ഉണ്ട്, അതായത് ഡിവൈഎസ്പിയുടെ മരുമോനും. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രമേനോൻ പറഞ്ഞു, അത് പിന്നെ സാറേ അതൊരു പരാതിയുടെ രൂപത്തിൽ എഴുതിയെന്നുള്ളൂ കേട്ടോ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. എനിക്ക് മനസ്സിലായിന്നേ. അല്ല, നിന്നെയല്ലേ അന്ന് ഞാൻ സ്റ്റേഷനിൽ വന്ന് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചത്? അതെ സാറേ, എന്നെയാ എന്ന് അലീന. അപ്പൊ നമ്മുടെ ഡിവൈഎസ്പി പറഞ്ഞു, അല്ല നീ അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയല്ലേ, കോളനി പോയല്ലേ? അത് പിന്നെ സാറേ പോയി. ആ, അവരെല്ലാം കൂടെ നിന്നെ വളഞ്ഞിട്ട് കത്തിക്കാൻ ശ്രമിച്ചെന്നൊക്കെ കേട്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായി സാറേ. അവര് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്ത സാറേ. അവർക്കെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അല്ല, വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്തിനാ നീ അവിടെ പോയത്? ആ പെണ്ണിന്റെ വീട്ടുകാരെ മയക്കി കയ്യിലെടുക്കാനോ? അയ്യോ, ഞാൻ ആ കുട്ടീനെ കെയർ ചെയ്യാൻ വേണ്ടി പോയതാ. അവളെ മാനസികമായിട്ട് തകർന്ന് സൂയിസൈഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കിടക്കണ കൊച്ചല്ലേ. ഞാൻ 3 തവണ അവിടെ പോയി. അവള് എണീപ്പിച്ച് നടത്തി. അവക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം പകർന്നു കൊടുത്തു. അതിനിടയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ചോർത്തുകയും ചെയ്തു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അയ്യോ സാറേ, ഒരിക്കലും ഞാൻ ചോർത്തിയതല്ല സാറേ. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഞാൻ അവളോട് ഒന്നും ചോദിച്ചിട്ടില്ല സാറേ. കുറ്റബോധം കൊണ്ട് അവൾ ഇങ്ങോട്ടേക്കെല്ലാം പറഞ്ഞതാ. ഓ, നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരുടെ പേരില് കേസെടുക്കാൻ പോലീസ് വന്നപ്പോ പരാതിയില്ലെന്നൊക്കെ പറഞ്ഞ് നീ തിരിച്ചയച്ചില്ലേ? അത് പിന്നെ സാറേ, ഞാൻ തിരിച്ചയച്ചത് നിന്നെ തല്ലിയവരെയും കൊല്ലാൻ ശ്രമിച്ചവരെയും പിടിച്ച് പോലീസ് ലോക്കപ്പിൽ ഇട്ടപ്പോഴത്തേക്കും നീ വെറും അല്ല, നീ എല്ലാവരും വെറും പൊട്ടന്മാരും മണ്ടന്മാരും ആക്കിയല്ലേ. അത് പിന്നെ അവരൊക്കെ ചെറുപ്പക്കാരല്ല, അവരുടെയൊക്കെ ജീവിതം എന്തിനാ വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി നമ്മൾ അവരുടെ ഭാവി കളയുന്നത്? ഓ, എല്ലാവരെയും മാപ്പാക്കി വിടാനാണെങ്കിൽ പിന്നെ എന്തിനാടി പോലീസും കോടതിയൊക്കെ? അതിന്റെ ആവശ്യമുണ്ടോ അലീനെ? ഈ പരാതിയൊക്കെ ഞാൻ കണ്ടു, ഈ പരാതിയൊക്കെ ഞാൻ വായിച്ചു. ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഡിവൈഎസ്പി ചോദിച്ചു, അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് കുര്യച്ചൻ അറിയോ? ആ പെൺകുട്ടി ആദ്യ പോലീസിന് കൊടുത്തത് രോഹിത് എന്ന് പറയുന്ന ആ ചെറുക്കൻ മാനഭംഗപ്പെടുത്തിയെന്ന് തന്നെയാ. അല്ല, ആ പെൺകൊച്ച് തന്നെ അലീനോട് സത്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു കാര്യമില്ല. ആ പെൺകുട്ടി കോടതി തിരുത്തി പറയോ? ഒരിക്കലും ഇല്ല. TV ചാനലുകാരോട് തിരുത്തി പറയോ? ഏയ്, പത്രക്കാരോട് പറയുമോ? അതും ഇല്ല. പിന്നെ എന്താ ഇതിന് ഗുണമുള്ളത്? ഇവളോടുള്ള സ്നേഹം വെച്ച് പറഞ്ഞു പോയത് അതോടുകൂടി തീർന്നു. അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, എന്നാലും സാറേ, കുറ്റം ചെയ്യാത്ത ഒരാളെ അങ്ങനെ അങ്ങ് വെളുപ്പിക്കണ്ട കേട്ടോ ബാലചന്ദ്ര. കുറ്റം ചെയ്യാത്ത ഒരാള്, അതെ, അവനെന്തിനാ അവരുടെ കൂടെ ആ വീട്ടിൽ പോയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അവന്? പ്ലാനിങ്ങില് അവനും അപ്പൊ ഉണ്ടായിരുന്നു. അവൻ കുറ്റം ചെയ്തിട്ടില്ല, അവൻ റേപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ചെന്നപ്പോ മനസ്സിലായി സംഗതി ഉദ്ദേശിച്ചതിനേക്കാൾ വഷളാണെന്ന്. പിന്നെ അവനെ എസ്കേപ്പ് ആകാൻ നോക്കി. അതാണ് നടന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കുര്യച്ചന്റെ മകൻ പറഞ്ഞു, അത് പിന്നെ ഈ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം ചെയ്തിട്ടില്ലല്ലോ അച്ഛാ. ജോബിച്ചാ, കല്ല് കയ്യിന്ന് പോയി. അതിജീവിതയുടെ വാക്കിനാ വില കൂടുതൽ. ഒരിക്കലും നമ്മുടെ വാക്കിന് ഒരു വിലയുണ്ടാവില്ല. അവൾ എന്ത് പറയുന്നോ അതായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും വില പോകത്തില്ല. അപ്പൊ കുര്യച്ചൻ പറഞ്ഞു, പക്ഷേ ആ പെൺകുട്ടി തന്നെ അലീനോട് സത്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്താ കുര്യച്ച കാര്യം? പോലീസ് ചോദ്യം ചെയ്യുമ്പോ കുത്തിക്കൊന്ന കത്തി വരെ എടുത്തു കാണിച്ചിട്ട് ഞാനാ സാറേ കൊന്നതെന്ന് പറയുന്നവൻ കോടതി ചെല്ലുമ്പോ എന്നാ പറയുന്നത്? ഞാൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിട്ടയക്കണമെന്ന്. കോടതി പറയുന്ന മൊഴിക്ക വില, അല്ലാതെ പോലീസുകാരോട് പറയുന്ന മൊഴിക്കല്ല. അപ്പം ഇത് നടക്കുന്ന കാര്യമല്ലല്ലേ. ആ പെൺകുട്ടിയുടെ അച്ഛനും പാർട്ടി നേതാവും പിന്നെ അതുപോലെ തന്നെ സമുദായക്കാരൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞതേ
പ്രതിയുടെ വീട്ടുകാരെ പല കള്ളങ്ങളും പ്രചരിപ്പിച്ചിട്ട് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യാനാണ്? പ്രതിയുടെ വീട്ടിൽ നിന്ന് യുവതിയെ അതിജീവിതയുടെ വീട്ടിലേക്ക് അയച്ച് പ്രലോഭിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു അത്രേ. ഏഹ് ആ സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണ്. പിന്നെ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് അതിന് കൂട്ടു നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ സാറേ, എന്റെ മകൻ കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നതിൽ ഒരു അനീതിയില്ല സാറേ. നിങ്ങൾ കോടതി ചെന്ന് പറയേ, പോലീസ് ആ പെൺകുട്ടിയോട് ഉപദ്രവിക്കാത്തതിനെ നീ ഒഴിവാക്കണം, നീ എല്ലാവരോടും സത്യം പറയണം എന്ന് നിർബന്ധിച്ച് നാളെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വാർത്ത വരും. പോലീസ് വൻ തുക കൈക്കൂലി വാങ്ങി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നു, മൊഴി മാറ്റി പറയാൻ പ്രേരിപ്പിക്കുന്നു എന്നല്ല, അതാ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാ ചെയ്യാൻ പോകുന്നത്. ദേ ഇതൊക്കെ തന്നെ കൊണ്ട് പറ്റുവോളൂ? പോലീസ് എന്തിനാ വെറുതെ കടന്നകിൽ കുട്ടി പോയി തലയിട്ട് കൊടുക്കുന്നത്? ആരും അങ്ങനെ ചെയ്യത്തില്ല. കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇത് വെറും ഒരു കേസൊന്നും അല്ലെന്നേ. പോലീസിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഡിവൈഎസ്പിക്ക് ആണെങ്കിലും എസ് പിക്ക് ആണെങ്കിലും CIക്ക് ആണെങ്കിലും SIക്ക് ആണെങ്കിലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ബാലചന്ദ്രനും വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലായി പോയിട്ട് അവിടെ നിന്ന് ഒത്തിരി നിരാശയോട് കൂടിയാണ് ഡിവൈഎസ്പിനെ കാണാൻ പോയിട്ട് ഒത്തിരി നിരാശയോട് കൂടിയാണ് ബാലചന്ദ്രനും അലീനയും തിരിച്ച് വീട്ടിലെത്തുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഈ സമയത്ത് കൃഷ്ണമോളും നമ്മുടെ ബബിതയും കൂടെ ഉമ്മർത്ത്, അതായത് മുറ്റത്ത് തിണ്ണയെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. രോഹിത്തിന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഏതായാലും അവര് ഇറങ്ങി വന്ന ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. അപ്പം നമ്മുടെ കൃഷ്ണമോളെ കണ്ടതും അലീന ചോദിച്ചു, ഇതെന്താ നീ എന്താ ഡ്രസ്സ് മാറാതെ ഇരിക്കുന്ന, യൂണിഫോം ഇട്ടിട്ട്? അത് പിന്നെ എറണാകുളത്ത് പോയിട്ട് എന്തായിരുന്നു ചേച്ചി, അതാദ്യം പറ. അതെ, എന്തായിന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാ ചായ തരാം, ബാക്കി കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെ കൈ പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ കയറി വന്നു. നമ്മുടെ ബബിത ചോദിക്കുന്നു, ബബിത ചോദിച്ചിരിക്കുന്നു. ബബിത ഇങ്ങനെ നോക്കുക ബാലചന്ദ്രനോട് സംസാരിക്കാനും ബാലചന്ദ്രനോട് ചോദിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. വന്നിട്ട് ചോദിച്ചു, അച്ഛ പോയ കാര്യം ഒന്നും നടന്നില്ലേ അച്ഛ എന്ന്. അത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല മോളെ. അല്ല, അവരുടെ ഹെൽപ്പ് ഒന്നും കിട്ടിയില്ല അച്ഛ. അവര് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ സഹകരിച്ചു. എന്റെ കൂടെ ഡിവൈഎസ്പിയുടെ ഓഫീസ് വരെ വന്ന് അയാളോട് സംസാരിക്കുകയും ചെയ്തു. അല്ല, അച്ഛൻ നിൽക്കാതെ അച്ഛൻ ഇരിക്കുക എന്ന് നമ്മുടെ ബബിത അങ്ങനെ ബാലചന്ദ്രനെ പിടിച്ചിരുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു സ്നേഹമൊക്കെ ഉണ്ട് ബാലചന്ദ്രനോട് ഇപ്പം. അങ്ങനെ ബാലചന്ദ്രൻ ബബിത പറഞ്ഞത് കേട്ടിട്ട് പോയിരുന്നു. അപ്പോഴത്തേക്കും ബബിത ചോദിച്ചു, അല്ല ഡിവൈഎസ്പി ആണോ അച്ഛൻ സമ്മതിക്കാത്തത്? ആ പെണ്ണിന്റെ വീട്ടുകാരും സമുദായക്കാരും പാർട്ടിക്കാരും ഒക്കെ ഭയങ്കരമായിട്ട് ഇളകി നിൽക്കുകയാണ്. അല്ല, അവർക്ക് എന്നതാ വേണ്ടത്, പൈസയാണോ? പൈസ വേണമെങ്കിൽ നമുക്ക് കൊടുക്കായിരുന്നില്ലേ, എത്ര വേണമെങ്കിലും കൊടുക്കായിരുന്നില്ലേ മോളെ, കുടുംബ വിറ്റ് വേണമെങ്കിലും കൊടുക്കാം. അവർക്ക് രക്തമാണ് വേണ്ടത്, രക്തം അവർക്ക് ഊറ്റി കുടിക്കണം. അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടാ നമ്മളെ തകർന്ന് കാണണം, അതാണ് അവരുടെ ഉദ്ദേശം. അല്ല, ആ പെണ്ണിന് സത്യം പറയാൻ പറ്റത്തില്ലേ അച്ഛാ? അവളെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. അവള് പറയിപ്പിക്കാതെ എങ്ങനെ പറയും? അല്ല, പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ അച്ഛാ? അതെന്താ പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ? ശരണ്യയുടെ മൊഴി തിരുത്തി പറയിക്കാൻ പോലീസുകാർക്കും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഓ, അപ്പം ഈ കേസ് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോവില്ലല്ലേ അച്ഛാ? നടക്കില്ലല്ലേ അച്ഛാ? രോഹിത് വെളിയിൽ ഇറങ്ങില്ലല്ലേ അച്ഛാ? അപ്പൊ കൃഷ്ണമോള് വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് ചോദിച്ചു, അച്ഛൻ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കാതെ നമുക്ക് പോട്ടെ, വിഷമിക്കാതെ. അവസാനത്തെ കച്ചിത്തുരുമ്പി പിടിക്കാൻ പോയതല്ലേ മോളെ, അതും നഷ്ടപ്പെട്ടു. ഇനി വേറെ എന്ത് വഴി നോക്കാനാ? ഇനി ഒരു വഴി എന്റെ കൺമുമ്പിൽ കാണുന്നില്ല. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അച്ഛൻ വിഷമിക്കാതെ അച്ഛാ, ഒരു ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ടാട്ടോ പറഞ്ഞത്. അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, അല്ല, ഇങ്ങനെ ഭംഗിവാക്ക് പറയാന്നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? അതെ, ഞാൻ ഭംഗിവാക്കല്ല പറഞ്ഞത്. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? ഇനി എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ പറയുമ്പം അച്ഛൻ തെറ്റായിട്ടൊന്നും കാണരുത്. എനിക്ക് ആ പെൺകുട്ടിയുടെ മനസാക്ഷിയില് വിശ്വാസമുണ്ട് അച്ഛാ, നല്ല വിശ്വാസമുണ്ട്. ഞാന് 2-3 ദിവസം അവളെ കണ്ടതല്ലേ. അതെ, ശരണ്യയുടെ കാര്യം ഞാൻ പറയുന്നതെന്ന്. അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? മനസ്സിലാവുന്നില്ല. എനിക്ക് അവളെ നല്ല വിശ്വാസമുണ്ട്, വേറൊന്നും കൊണ്ടുമല്ല. ഞാൻ അത്രയ്ക്ക് സ്നേഹം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുമുണ്ട്. അത് നന്നായിട്ട് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ കോടതിയിൽ അവളത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് മാറ്റി പറയാൻ പോകുന്നില്ല അച്ഛാ, അതെനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഇനി ഈ പിടിവള്ളിയല്ലേ ഉള്ളൂ അല്ലേ അലീന? ഈ പിടിവള്ളിയെങ്കിലും നമ്മുടെ മുമ്പിൽ ഒന്നായിട്ട് അവശേഷിക്കുന്നില്ലേ അച്ഛാ?
നടക്കും, എല്ലാം നമുക്ക് നടത്താച്ച എന്നിങ്ങനെ പറയാണ്. ബാലചന്ദ്രൻ അലീനയുടെ വാക്കൊക്കെ കേട്ട് സമാധാനപ്പെട്ടിരിക്കുന്നു. അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ ആ മനുഷ്യനെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന നേരെ രേവതീനെ വിളിക്കുവാണ് കേട്ടോ. അപ്പൊ രേവതീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണ, ഡിവൈഎസ്പിനെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഡിവൈഎസ്പിക്ക് എല്ലാം ശരിയാക്കാൻ പറ്റത്തില്ലേ അലീന ചേച്ചി? അങ്ങനെയൊന്നും പറ്റത്തില്ലെന്നേ, അലീന കൊടുത്ത മൊഴിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതും പരാജയപ്പെട്ടല്ലേ അലീന ചേച്ചി? ആ, അതും പരാജയപ്പെട്ടു. അല്ല ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഒന്നും ചെയ്യാനില്ല. ആ വീട്ടുകാരെല്ലാം മനുഷ്യരാ ചേച്ചി, അവരോർക്കണ്ടേ, അവരുടെ മകളെ ചേച്ചിയല്ലേ പോയി ഹെൽപ്പ് ചെയ്തത്. അവരുടെ ഒന്നും കയ്യിലല്ല മോളെ, അവരുടെ പുറകെ നിൽക്കുന്ന കുറെ പേരുണ്ട്, ചോര കൊതിയന്മാര്, മനുഷ്യരെ കൊന്ന് ചോര ഊറ്റി കുടിക്കാനിരിക്കുന്നവര്. ശരണയുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, നല്ലൊരമ്മയാ, അച്ഛനും കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷേ ആ ശരണയ്ക്ക് ചിന്തിക്കാലോ അലീന ചേച്ചി, അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നു, ഒരുത്തനെ വിശ്വസിച്ച് പോയതിന്റെ ഫലമാ അവൻ ചതിച്ചു, അതിന്റെ പേരിൽ ഞാൻ വേറൊരാളെ കള്ളം പറഞ്ഞ് ചതിക്കരുത് എന്നൊക്കെ. എന്നിട്ട് ആ പെങ്കൊച്ച് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ? ആ, അവൾ അങ്ങനെ വിചാരിക്കേണ്ടതാണ്. പക്ഷെ മറ്റുള്ളവർ സമ്മതിക്കണ്ടേ മോളെ? എല്ലാവരും കൂടെ നിർബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യാനാ? അവൾക്ക് ആരെയും ദ്രോഹിക്കണമെന്നോ അങ്ങനെയുള്ളൊരു ഇല്ല അവക്ക്. അവളും നിന്നെ പോലെയൊക്കെ തന്നെയാ. സത്യം പറയാലോ മോളെ, അവളെ കണ്ടപ്പോ എനിക്ക് നിന്നെ ഓർമ്മ വന്നത്. കുറച്ചൊക്കെ അനുഭവിക്കട്ടെ അല്ലേ? അത്ര നിഷ്കളങ്ക ഒന്നും അല്ലല്ലോ ആ പറയുന്ന രോഹിത്. ചേച്ചിനെ മുറിയിലിട്ട് റേപ്പ് ചെയ്യാൻ നോക്കിയവനല്ലേ? അത് പിന്നെ അത് ഹരിയുടെ കൂട്ടുകെട്ട് കൊണ്ട് സംഭവിച്ചതല്ലേ? ഇതും കരിയുടെ കൂട്ടുകെട്ടിന്റെ ഫലമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇയാൾ എന്നാത്തിനാ മറ്റവന്മാരുടെ കൂടെ അങ്ങ് പോയത്? അങ്ങ് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചരണിയെ പീഡിപ്പിക്കലാണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ മാന്യൻ അങ്ങോട്ടേക്ക് പോയത്. അയ്യോ മോളെ പോകരുതെന്ന് അന്ന് ഞാൻ വിലക്കിയതാ മോളെ. അങ്ങോട്ടേക്ക് പോണേന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, എങ്കിൽ ഞാൻ വിടത്തില്ലായിരുന്നു. എന്നിട്ടും അതിനു മുമ്പ് പല വട്ടം ചേച്ചി ഉപദേശിച്ചതല്ലേ? ചേച്ചിയോട് വഷളത്തരം കാണിച്ചു കഴിഞ്ഞിട്ടും ചേച്ചി ഉപദേശിച്ചതല്ലേ? എന്നിട്ട് ചേച്ചി പറഞ്ഞതൊക്കെ കേട്ടോ? ചേച്ചിയുടെ ആങ്ങളെയാന്ന് ചേച്ചിക്ക് അലിവ് തോന്നുമായിരിക്കും, എനിക്ക് ഒരു ദയം തോന്നുന്നില്ല. ഞാനാ ജഡ്ജെങ്കിലേ ജാമ്യം കൊടുക്കത്തില്ല, ഒരു മണ്ണയും കട്ടയും കൊടുക്കത്തില്ല. അത് കൊള്ളാം, നന്നായി നന്നായി. നിന്നെ ആരും ജഡ്ജിയാക്കാത്തത്. കളിയാക്കൊന്നും വേണ്ട, ഞാൻ ചിലപ്പോൾ ജഡ്ജി ആയെങ്കിലോ. ഡിഗ്രി കഴിഞ്ഞ് LLBക്ക് പഠിച്ച് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ. ചുമ്മാ പറഞ്ഞാ പോരാ, ആകണം. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വേണം. അത് പിന്നെ ഞാൻ ആദ്യം പോയി ആന്റിക്ക് ചായ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ചേച്ചിയോട് മിണ്ടത്തേ ഇല്ലെന്ന് വിചാരിച്ച് പിണങ്ങിയിരിക്കുകയായിരുന്നു. ഇനി ഇങ്ങനെ കാണിക്കല്ലോ കേട്ടോ. ഇതിന് പകരമായിട്ട് ഇവിടെ വന്ന് 2 ദിവസമെങ്കിലും താമസിച്ചിട്ട് പോണം, ഒരു ശനി ഒരു ഞായറും. ഓക്കെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ രേവതി ഫോൺ കട്ട് ചെയ്തു. അപ്പൊ രേവതിക്ക് ഭയങ്കര സങ്കടം വേറൊന്നും അല്ല, അലീന അവിടെ നിന്നില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങ് പോകുന്നല്ലോ. ഏതായാലും ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് അലീന ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.